പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ അനന്തമായ കരുണയും ദയയും കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പാപകരമായ ജീവിതം നയിച്ച് നന്മയെന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തിന്മയിൽ മാത്രം ജീവിച്ചു പോകുന്ന ഓരോ മക്കളിലേക്കും അവിടുത്തെ അനന്തമായ സ്നേഹവും കരുണയും വാത്സല്യവും ദയയുമെല്ലാം ചൊരിയുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമുക്കാർക്കും ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ അനുഭവിക്കുവാനോ പറ്റാത്തതിനപ്പുറമാണ്. പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ എഴുതിയ ലേഖനത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ വാത്സല്യഭാജനമാണ്. അതും മാത്രമല്ല, നിങ്ങൾ പരിശുദ്ധരാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധരാണെന്ന് പൗലോസ്ലീഹയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഓരോ വ്യക്തിയും പരിശുദ്ധരാണ്. പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധനാണ്. വിശ്വസിക്കുന്നുണ്ടോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? കൂദാശകളിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ്, സ്ഥൈര്യലവനമെന്ന കൂദാശയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കുന്നു. ആദ്യം അത് വിശ്വസിക്കുക. അങ്ങനെ വസിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, കർത്താവിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പരിശുദ്ധര് തന്നെയാണ്. ജഡം ചീത്തയും പറഞ്ഞ്, കള്ളും കുടിച്ച്, തിന്മയും പ്രവർത്തിച്ച്, തിന്മയും കാണിച്ച് ഇവിടെ സുഖിക്കാൻ വേണ്ടി നോക്കുന്നു. ഈ ജഡം ഒരിക്കലും ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. എന്നാൽ ഈ ജഡത്തിനുള്ളിലുള്ള ഒരു ആത്മീയ മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം നോക്കുമ്പോൾ, ആ മനുഷ്യൻ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അവൻ പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് ഈ സഭയിലെ മക്കൾക്ക് ഇങ്ങനെ ലേഖനം എഴുതിയത്. സഭയ്ക്ക് പുറത്തുള്ളവരുടെ കാര്യമല്ല ഈ പറയുന്നത്, സഭയിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പരിശുദ്ധരും എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ കാരുണ്യമുണ്ടാകണം. നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് നിങ്ങളിൽ നിന്നും കരുണ വർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ആത്മാവിനെ എനിക്കും നിങ്ങൾക്കും നൽകിയത്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കരുണ വർഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കരുണ ചെയ്യണം. ക്രിസ്തു നമ്മോട് കരുണ കാണിച്ചു. ആ ക്രിസ്തുവിൻ്റെ മക്കളും കരുണ കാണിക്കണം. നമുക്ക് മറ്റുള്ളവരുടെ കരുണ കാണിക്കാനെന്ന് പലപ്പോഴും പല മേഖലയിലും പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കണമേ. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പേരിലായിരിക്കണം പലരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാനോ, ഇതൊന്ന് ഷെയർ ചെയ്യുവാനോ, ഈ വചന ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാനോ ഒന്നും പലരും പലപ്പോഴും മടി കാണിക്കുന്നു. കാണാൻ പോലും ആഗ്രഹിക്കാത്ത ആൾക്കാർ കാണും. പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്, അതിനുള്ള സമയം കിട്ടത്തില്ല. ഇവിടെ ദൈവം നമ്മുടെ കരുണ കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചപ്പോൾ നമ്മൾ ആരായി മാറി? ആ പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കുന്ന ഞാനും പരിശുദ്ധനാണ്. യേശുവിനെ ഉദരത്തിൽ വഹിച്ച്, പരിശുദ്ധനായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച മറിയത്തെ എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയമെന്ന് പറയുന്നത്? പരിശുദ്ധനായവനെ ഉദരത്തിൽ വഹിച്ച് സ്വീകരിച്ചു കൊണ്ട് നടന്നു. അങ്ങനെയെങ്കിൽ മാമോദിസ എന്ന കുദാശയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധനായവനായി സ്വീകരിച്ച നമ്മളും ദൈവത്തിന് മുമ്പിൽ കർത്താവിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പരിശുദ്ധരാ സഹോദരങ്ങളെ. അത് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ പരിശുദ്ധരാ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മ യേശുവിനെ ഉദരത്തിൽ വഹിച്ചു. പരിശുദ്ധനായ ദൈവം ഉദരത്തിൽ വളർന്നു, ഉദരത്തിൽ ജനിച്ചു, ഈ ഭൂമിയിൽ വളർത്തി ഇതെല്ലാം ചെയ്തു, പരിശുദ്ധിയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു.
എന്നാൽ പരിശുദ്ധനായ ദൈവത്തെ വിശുദ്ധ കുർബാനയിലൂടെയും കുദാശകളിലൂടെയും ഞാനും നിങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പരിശുദ്ധരായിട്ട് തന്നെ കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. പക്ഷേ ഈ മേഖല ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകത്തില്ല, നമ്മളെ അതിന് പരിശീലിപ്പിച്ചിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധൻ എന്ന് പറയുന്നത്. ആ പരിശുദ്ധനായ നമ്മളിലൂടെ കർത്താവ് ആഗ്രഹിക്കുകയാണ് അവിടുത്തെ അനന്തമായ കരുണ മറ്റുള്ളവരുടെ കരുണ കാണിക്കണം. അടുത്തോട്ട് പറയും ദയ. ഇന്ന് സഹജീവികളോട് ദയ കാണിക്കാത്ത ക്രിസ്ത്യാനികൾ, സഹജീവികളോട് മാനുഷികമായ തലത്തിൽ പോലും മറ്റുള്ളവരോട് ദയ കാണിക്കാത്ത നല്ലൊരു ശതമാനം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദയ കാണിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. മറ്റുള്ളവരോട് ദയ കാണിച്ചുകൊണ്ട്, മറ്റുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരെ നന്മയിൽ വളർത്തുകയും ചെയ്യുന്ന അനേകം വ്യക്തികളും ഈ ഭൂമിയിലുണ്ട് കേട്ടോ. ഒരു ത്ലാശിൻ്റെ തട്ടിൽ മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ലത് ഇരിപ്പുണ്ട്. ആ നല്ലത് കുറച്ചിരിക്കുന്നതിൻ്റെ പേരിലാണ് ഇന്ന് ഈ ലോകം നിലനിന്ന് പോകുന്നത്. അവരുടെ ആ നന്മ പ്രവൃത്തിയുടെ പരിണിതഫലമായിട്ടാണ് മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ കരമുയർത്തുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇന്ന് ഈ ലോകം തന്നെ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് നാം മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവരായി മാറണം. മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണമെങ്കിലും മറ്റുള്ളവരോട് ദയ കാണിക്കണമെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വേണം. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മളെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന നിലയിൽ, വാത്സല്യഭാചനങ്ങളെ, നിങ്ങൾ പരിശുദ്ധരെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യവും ദയയുമൊക്കെ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് ഒഴുകണം. ഇത് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. നമുക്കൊരു വിശേഷയോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധനായവനെ വിശുദ്ധ കുർബാനയിലൂടെയും കുദാശകളിലൂടെയും എല്ലാം ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ, ആ പരിശുദ്ധനായവനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ ഞങ്ങളും പരിശുദ്ധരായി ജീവിക്കണം. കർത്താവെ, ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഇനിയുള്ള കാലഘട്ടത്തിലും അങ്ങയുടെ മാർഗത്തിലൂടെ, അങ്ങയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.